ഒരു 4 years മുമ്പുള്ള കഥ. എനിക്ക് മാർക്കറ്റിൽ വലിയൊരു ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു 6 ഡിജിറ്റിൻ്റെ ലോസ് വന്നിട്ടുണ്ടായി. ഓക്കെ, ഓൾമോസ്റ്റ് യെസ്, ഇന്ത്യൻ മാർക്കറ്റിൽ. നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് വെച്ചിട്ട് ജീവിതം മാറ്റണമെന്നും ഫണ്ടഡ് അക്കൗണ്ട് വെച്ച് ലൈഫ് മൊത്തം മാറ്റണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കമ്പനികൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള തടയിടും. പിന്നെ നിങ്ങൾ അതിൻ്റെ പുറത്ത് നിങ്ങൾ കയറാൻ നിന്നാൽ പോലും അവരെന്തെങ്കിലുമൊക്കെ റൂൾസ് പറഞ്ഞ് മുടക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, യു ഹാവ് എ ചാൻസ്. പേഴ്സണലി സഫ്രാസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റിവീൽ ചെയ്യുക. യെസ്, ഒബ്വിയസ്ലി ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ ട്രേഡിംഗ് പഠിച്ചിട്ടുള്ളവരെയും കാട്ടി ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ക്രിപ്റ്റോയിൽ ഞാൻ വിചാരിച്ചത് 24/7 മാർക്കറ്റാണല്ലോ. അപ്പോൾ 24/7 മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 24/7 പൈസ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ 24/7 പൈസ പോവും എന്നുള്ളത് ട്രേഡ് ചെയ്തപ്പോൾ മനസ്സിലായി. ഇന്നത്തെ ഒരു ഗസ്റ്റായിട്ട് സഫ്രാസ് ആണ് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത്. ഇപ്പോൾ സഫ്രാസിനെ പറ്റി ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഒരു ഡ്രീം സെല്ലിങ്ങിനെതിരെ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഒരു റിയാലിറ്റി പറയുന്ന ഒരാളായിട്ടാണ് സഫ്രാസിൻ്റെ എൻ്റെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഇപ്പം നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി സഫ്രാസിനെ പറ്റി സ്വയം പരിചയപ്പെടുത്തുന്ന എന്തായിട്ടാണ്? ഞാൻ മെയിൻലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ടൈം ട്രേഡർ ആയിട്ടാണ്. ഓക്കെ, ഈ കോണ്ടന്റ് ക്രിയേഷനും ഈ ജനറേഷൻ അത് ആവശ്യമായതുകൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ചില്ലറ ചെറിയൊരു മാർക്കറ്റിങ്ങിന്റെ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇതാണ് സർഫ്രാസ് ഇൻ ടേംസ് ഓഫ് കരിയർ. ഈ ട്രേഡർ എന്ന് പറഞ്ഞാൽ അപ്പം ട്രേഡിംഗ് ഏത് കാറ്റഗറിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഞാൻ മെയിൻലി ഫോറക്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഫോറക്സ് എന്ന് പറയുമ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫോറക്സ് എന്നൊരു ഗ്രേ ഏരിയയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ RBIയുടെ റെഗുലേഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ഫോറക്സ്. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഫോറക്സ് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്? ഫോറക്സ് നമ്മൾ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം യു ഷുഡ് ബി ഏബിൾ ടു ഡു വിച്ച് എവർ പെയർസ് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ദി INR. ഓക്കെ, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ INR പെയർ വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ഒബ്വിയസ്ലി അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്. കാരണം ലിക്വിഡ് അല്ലായിരിക്കും. അതെ, നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാവണമെങ്കിൽ, ഫോറക്സിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ XAUSD ട്രേഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ EURUSD ട്രേഡ് ചെയ്യാൻ പറ്റണം. XAUSD എന്ന് പറയുമ്പോൾ വേർഡും കൂടെ പറഞ്ഞ്. XAUSD എന്ന് പറയുമ്പോൾ ഗോൾഡ്. ഓക്കെ, ഈ പറഞ്ഞ രണ്ട് പരിപാടിയും ഇന്ത്യയിൽ നമുക്ക് ലീഗലി ചെയ്യാൻ പറ്റൂല. പിന്നെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പുറത്ത് ഏതെങ്കിലും അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫണ്ടഡ് അക്കൗണ്ട്സും പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട് നോർമലി. അപ്പോൾ അതിനെന്തെങ്കിലും, അതായത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരു ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് തുടങ്ങി ചെയ്യുന്നതാണോ നല്ലത് സേഫ്, അതോ ഫണ്ടഡ് അക്കൗണ്ടായിട്ട് ചെയ്യുന്നതാണോ? ഇതിൽ ഫോറക്സ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ലൈവ് അക്കൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതിൽ രണ്ടിനും രണ്ടിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ ലൈവ് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഇടുന്ന ഫണ്ട് എന്താണോ, ഒരു അമച്വർ ആയിട്ടുള്ള ഒരാൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അത് 100% അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആവാനുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് ലൈവ് അക്കൗണ്ട് ഒബ്വിയസ്ലി, അല്ലേ? പ്രത്യേകിച്ച് ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഇടുന്നത് 3000 വെച്ചിട്ടായിരിക്കും നിങ്ങൾ അക്കൗണ്ട് ക്യാപിറ്റൽ എടുക്കുന്നത്, അല്ലെ അക്കൗണ്ട് എടുക്കുന്നത്, അല്ലേ? പോയാൽ ആ 3000 പോകുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നു ഫണ്ടഡ് അക്കൗണ്ട്സിന് റൂളുണ്ട്, ഇത്ര ഡ്രോഡൗൺ വന്നതിന് അവർ അത് കട്ട് ചെയ്യണം, അല്ലേ? യെസ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് തന്നെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു $5000 അക്കൗണ്ട് എനിക്ക് എടുക്കാൻ $30 മതി, അല്ലേ? $30 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 2500-3000 രൂപ ഏകദേശം. ഓക്കെ, ഈ 3000 രൂപക്ക് അവർ ഗ്യാരണ്ടി ചെയ്യുന്നത് $5000 അക്കൗണ്ടാണ്. വെരി ലൂക്രേറ്റീവ്. അതുകൊണ്ട് തന്നെ എത്ര പൊട്ടിയാലും കുഴപ്പമില്ല, ഒരു 10 അക്കൗണ്ട് പൊട്ടിയാലും കുഴപ്പമില്ല, ഇത് ലാഭമാണെന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് ബിക്കമിങ് സീരിയസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അവർ ആ ഡിസിപ്ലിനറി ഇഷ്യൂസ് ഒരിക്കലും കവറപ്പ് ആവാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് ഇപ്പോൾ സഫ്രാസ് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഫണ്ടഡ് അക്കൗണ്ട് ആണോ, അപ്പോൾ ഫോറക്സ് ലൈവ് അക്കൗണ്ട് ആണോ? ഞാൻ രണ്ടുമല്ല സജസ്റ്റ് ചെയ്തത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു തരത്തിലുള്ള മണി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റണം. ടു ബി വെരി ഓണസ്റ്റ്, അതിൽ നിങ്ങൾക്കൊരു സർട്ടൺ ലെവൽ ഓഫ് ഡിസിപ്ലിൻ അറ്റ്ലീസ്റ്റ് ഫോർ 6 months എങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ്
ഈ പറഞ്ഞ രണ്ടിലേക്കും നിങ്ങളൊന്ന് നോക്കേണ്ട ആവശ്യം പോലും വരുന്നുള്ളൂ. എല്ലാത്തടത്തോളം കാലം എന്ത് ചെയ്താലും പ്രശ്നമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഡെമോ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ, ഒരു പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഇമോഷൻസ് ഇൻവോൾവ് ആവാത്ത ഒരു സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിനൊരു റിയാലിറ്റി ഇല്ല. നമുക്ക് ആ ടൈമിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, കറക്റ്റ് റൂള് ഫോളോ ചെയ്യും, ലോസ് കണ്ടാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, പ്രോഫിറ്റ് കണ്ടാലും ഓക്കെ ഫൈൻ. കാരണം ഉള്ളിനുള്ളിൽ നമുക്കറിയാം ഇറ്റ്സ് ജസ്റ്റ് എ പേപ്പർ. പക്ഷേ ഒരു 500 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 1000 രൂപയാണെങ്കിൽ 1000 രൂപ അതിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം പൈസ കത്തിപ്പോകുമ്പോഴാണ് ആ ഇമോഷൻസ് ഡെവലപ്പ് ആവാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും? സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ പൈസക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നതിലൊരു ബെനിഫിറ്റ് ഇല്ലേ? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണ് എല്ലാവരും ഡെമോ അക്കൗണ്ടിനെ കുറിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പറയുന്നത്. ഫോറക്സിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.01 ആണ്. ഓക്കെ, ഈ 0.01-ൽ നിങ്ങളൊരു ആവറേജ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം വരാൻ പോകുന്നത് $7 to $8 ലോസാണ്. $7 to $10 പിടിച്ചോ, $7 to $10 ലോസാണ് ഒരു ദിവസം വരാൻ സാധ്യതയുള്ളത്. 800 രൂപ. ഈ 800 രൂപയിൽ നമുക്ക് എത്ര ആൾക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും? വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷൻസ് വരുന്നില്ല എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡെമോ അക്കൗണ്ടിൽ ചിലപ്പോൾ 5ഉം 10ഉം ലോട്ടിട്ട് ട്രേഡ് ഒരാൾ റിയൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഇമോഷൻസ് വരും. പക്ഷേ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ മിനിമലായിട്ടുള്ള ഇത് ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ റിയലിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല. കാരണം ഇമോഷൻസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അതായത് റിയൽ ആയിട്ട് നിന്ന് ഡെമോ അക്കൗണ്ട് ചെയ്യുക, നമുക്ക് പറ്റാത്ത രീതിയിൽ ചെയ്യാതെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എമൗണ്ട് ഫിഗറിൽ തന്നെ ഡെമോ അക്കൗണ്ടും ചെയ്യുക. പെർഫെക്റ്റ്. ഓക്കെ. പിന്നെ ഒരു ലൈക്ക് ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് അക്കൗണ്ട് സംസാരിച്ചതുകൊണ്ട് ചോദിക്കുക, ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു, ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ട്രെൻഡ് നടക്കുന്ന ഒരു ടൈമും കൂടെയാണ് പൊതുവെ. ഞാൻ അതിലോട്ട് വരാം, ഫോറക്സിൽ ഒരു ട്രെൻഡ് നടക്കണം, അതിലോട്ട് വരുന്നതിന് മുന്നേ ഇപ്പം ഫണ്ടഡ് അക്കൗണ്ട്സിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡേറ്റ നോക്കുമ്പോൾ 1 to 2% ആൾക്കാർ മാത്രമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാവുന്നുള്ളൂ. ഈ 2% പാസ്സായെന്ന് വിചാരിക്കുക, ഈ 2% അകത്ത് 10% സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. അതായത് 0.2% അവിടെ വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ബിസിനസ് നിലനിൽപ്പുണ്ട് അല്ലേ ഫണ്ടഡ് അക്കൗണ്ട്സ് കമ്പനിയെ സംബന്ധിച്ച്. ഇത്രയും പേര് ഒരു നേരത്തെ പറഞ്ഞ 3,000 ആണെങ്കിൽ ഇപ്പം ഞാൻ ആവറേജ് എൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ 5,000 രൂപയ്ക്കാണ് വന്നിട്ടുള്ളത്, ഒരു $10,000 $5,000. അപ്പോൾ അത് ഒരു 100 പേര് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും അതിൽ നിന്ന് എത്ര പേർക്ക് അക്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നു, അതിൽ എത്ര പേര് സർവൈവ് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു വലിയ ബിസിനസ് എക്സ്പെക്ടേഷൻ ബിസിനസ് ഫണ്ടഡ് അക്കൗണ്ട്സ് കമ്പനിക്കുണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഫണ്ടഡ് അക്കൗണ്ട്സ് സംതിങ് എന്തോ ആണെന്നുള്ള ഒരു മൈൻഡ് അല്ലേ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നാട്ടിലിപ്പം പ്രചരിക്കുന്നുണ്ട്. അതിന് എത്രത്തോളം പ്രാധാന്യം സഫ്രാസിന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ ഉണ്ടോ സഫ്രാസിൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ബ്രോ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. അതായത് ഈ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കേസിൽ ഒരു 10 കമ്പനികളുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നൻപാൻ പറ്റുന്നത് ഒരു 3 കമ്പനികളായിരിക്കും. അവിടെ തന്നെ വലിയൊരു പ്രോബബിലിറ്റി കുറഞ്ഞു, അവിടെ തന്നെ ഒരു വ്യത്യാസം. അതെ. ഇനി ഈ 3 പ്രോബബിലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈ 3 കമ്പനീസിൽ പെട്ടിട്ടുള്ള കമ്പനികൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പേ ഔട്ട് തരാൻ ഒഴിവാക്കുന്നോ അതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളെ പേ ഔട്ട് ഡിനൈ ചെയ്യാൻ പറ്റുമോ, ദേ വിൽ ഡു എവറിത്തിങ്. ഓക്കെ, ഇതെല്ലാം കടന്നിട്ട് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഫണ്ടഡ് അക്കൗണ്ട് ഇല്ലാതെ തന്നെ യു ഷുഡ് ഹാവ് ബീൻ എ പ്രോഫിറ്റബിൾ ട്രേഡർ ഓർ യു ഷുഡ് ഹാവ് ബീൻ എ ഡിസിപ്ലിൻ ട്രേഡർ. ഫണ്ടഡ് അക്കൗണ്ട് ഇസ് നോട്ട് മാജിക്കലി ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. അതാണ് ഇതിലെ റിയാലിറ്റി. ഓക്കെ, സോ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് വെച്ചിട്ട് ജീവിതം മാറ്റണമെന്നും ഫണ്ടഡ് അക്കൗണ്ട് വെച്ചിട്ട് ലൈഫ് മൊത്തം മാറ്റണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കമ്പനികൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള തടയിടും. ഓക്കെ, പിന്നെ നിങ്ങൾ അതിൻ്റെ പുറത്ത് നിങ്ങൾ കയറാൻ നിന്നാൽ പോലും അവരെന്തെങ്കിലുമൊക്കെ റൂൾസ് പറഞ്ഞ് മുടക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ യു ഹാവ് എ ചാൻസ്. ദാറ്റ്സ് ഓൾ. അപ്പം അത്രയും പ്രോബബിലിറ്റി കുറഞ്ഞൊരു ഗെയിമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്നു കമ്പനിക്ക് തന്നെയാണ് ലാഭം. ഒബ്വിയസ്ലി കമ്പനിക്ക് തന്നെയാണ്. കാരണം 100 അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ 5 ആൾ പാസ്സാവും, 5 ആൾ ഫണ്ടഡ് ട്രേഡേഴ്സ് ആവും. ഈ 5 ആളിൽ 4 ആൾക്കാരും ഫണ്ടഡ് ട്രേഡർ ആയ ദിവസം തന്നെ പൊട്ടും, അക്കൗണ്ട് കാലിയാക്കും. പിന്നെ ഒരാളാണ് ഉണ്ടാവുക. ഈ ഒരാളടുത്ത് പറയും നിങ്ങൾ ആ റൂൾ ഫോളോ ചെയ്തില്ല, ഈ റൂൾ ഫോളോ ചെയ്തില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ 99.9% പ്രോഫിറ്റ് ആയില്ലേ. നല്ല ബിസിനസ് മോഡൽ വേറെ ഉണ്ടോ ഇതുപോലെ ബിസിനസ് മോഡൽ? ഇപ്പം ഞാൻ പൊതുവേ ഇപ്പം ഇടയ്ക്കൊരു
ട്രെൻഡ് ആയിരുന്നു ഫോറക്സ്, ലൈവ് ബ്രോക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് കൂടുതലും ഫണ്ടഡ് അക്കൗണ്ട്സ് കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയത് ഒരു ലീഗൽ ഇഷ്യൂസിൻ്റെ ഇമ്പാക്റ്റ് കുറവാണ് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുവാണേൽ. ഒരു വേറെ ഇഷ്യൂസും ഇല്ലാതെ നമ്മൾ ക്യാഷ് ഫ്ലോ ഫെമയുടെ എനിക്ക് തോന്നുന്ന ആക്ട് നമ്മുടെ ക്യാഷ് ഫ്ലോ ആണല്ലോ. നമ്മുടെ ഇന്ത്യൻ മണി പുറത്തോട്ട് പോകുന്ന എഫക്റ്റ് അവിടെ ഇല്ല. ആ ഒരു പോസിറ്റീവും കൂടെ ആണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് എത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. പിന്നെ നേരത്തെ ഞാൻ വരാമെന്ന് പറഞ്ഞു, ഫോറക്സ് മാർക്കറ്റിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ? ലൈക്ക് ഇപ്പോഴത്തെ ഒരു യൂത്ത് ആയാലും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ഒരു 2-3 വർഷം അല്ലെങ്കിൽ 3-4 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര ഒരു മാജിക് ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊരു ട്രെൻഡ് മാറി ഫോറക്സ് ആയി. അതിൻ്റെ ഒരു എന്തെങ്കിലും മാജിക് ഉണ്ടോ ഇപ്പം സർഫറാസിൻ്റെ അഭിപ്രായത്തിൽ? ഇതിൽ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം, അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആൾക്കാർ എന്തുകൊണ്ട് വന്നു? ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരുപാട് ആൾക്കാർ ട്രേഡിംഗ് എന്ന ഫീൽഡിലേക്ക് തന്നെ ആൾക്കാർ എന്തിനു വന്നു? പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ. അതാണ് ഒരുപാട് ആൾക്കാർ വരാണ്ടായി കാരണം. പിന്നെ കുറേ ആൾക്കാർ ഓപ്ഷൻസിലേക്ക് ഒരുപാട് ആൾക്കാർ പോയി, ഓപ്ഷൻ ബൈങ്ങിലേക്ക്. അതും എന്തിനു പോയി? പെട്ടെന്ന് പൈസ അതെ, ഉണ്ടാക്കാൻ. അപ്പോൾ അതായിരുന്നു ആ ഒരു ട്രെൻഡിലേക്കുള്ള പ്രധാന ഓട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ട് ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ ഫോറക്സിലേക്ക് ആൾക്കാർ വരുന്നു? കാരണം എന്താ? ഈ പറഞ്ഞ ഒരു വലിയൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പലരും കരുതുന്നു ഫണ്ടഡ് അക്കൗണ്ടിലൂടെ, അല്ലെങ്കിൽ ലൈവ് അക്കൗണ്ടിലൂടെ ആയാലോ അല്ലേ? യെസ്. ഇനിയിപ്പോൾ നാളെ ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റി, ഇതിലും നല്ല പൈസ കിട്ടാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെന്ന് പ്രചരിച്ചു കഴിഞ്ഞാൽ ട്രെൻഡ് അങ്ങോട്ടേക്ക് നീങ്ങും, ഫോറക്സിൽ നിന്ന് മാറും, ഫോറക്സിൽ നിന്നും മാറും. മാജിക് ഒന്നുമില്ല, ഒരു മാജിക്കും ഇല്ല, ഒരു മാജിക്കും ഇല്ല ഇതിൽ. എനിക്ക് ഇതേ ഒരു ലൈക്ക് അത് ഒരു എനിക്കത് ഈ പറയുന്ന ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഗ്രീഡിൻ്റെ ഒരു എവല്യൂഷനാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ട്രെൻഡ് വ്യത്യാസം. അത് വേറൊരു ലുക്രേറ്റീവ് ആയിട്ടുള്ളത് ലിവറേജ് ആണ്. അത് എത്രത്തോളം ലിവറേജ് ഇപ്പം ഫോറക്സ് മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്? ലെവറേജ് 1:50 തൊട്ട് 1:2000 വരെ കൊടുക്കുന്നുണ്ട്. അതായത് ₹1 ഉണ്ടെങ്കിൽ 2000 രൂപ ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എല്ലാവരോടും, ഞാൻ എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കുന്ന എല്ലായിടത്തും പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലെവറേജ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് എവർ യു ആർ ഡൂയിങ്. ഓക്കെ, നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള റിസ്ക് $5, $10 എത്ര ആയിക്കോട്ടെ, ആ റിസ്കിൽ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ ലെവറേജിന് ഒരു പങ്കുമില്ല. നിങ്ങൾ 1:2000 എടുത്ത് ട്രേഡ് എടുത്താലും, നിങ്ങൾ 1:50 എടുത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും, നിങ്ങൾക്ക് ആ $8 നിങ്ങളുടെ ട്രേഡ് അവസാനിപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലെവറേജിനെ കുറിച്ച് ബോധർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ക്വാണ്ടിറ്റി കുറച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. സോ ലെവറേജ് പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ആസ് എ ന്യൂബി ഓർ ആസ് എ അമച്വർ നിങ്ങൾ ലെവറേജിനെ കുറിച്ച് ബോധർ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ വേയിൽ ലിവറേജ് കിട്ടിയിട്ട് യൂസ് ഇല്ല ഒരു ക്യാപിറ്റൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗം. ഞാനും ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം ₹1 വെച്ചിട്ട് 1000 രൂപ ട്രേഡ് ചെയ്യാമെങ്കിൽ നമ്മൾ ₹1 സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കണ്ടേ? 1% സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ തന്നെ എത്രയായി? 10 രൂപയായി, ക്യാപിറ്റൽ വാഷ് ഔട്ടായി. സത്യം. അത് എത്രത്തോളം പക്ഷെ അത് മനസ്സിലാക്കാതെ ആണോ പോകുന്നതെന്നൊരു ഡൗട്ടുണ്ട് ആൾക്കാർ ലിവറേജ് കണ്ടിട്ട്. അങ്ങനെ പേഴ്സണലി ഇപ്പോൾ സഫ്രാസും ലൈക്ക് ഫോറക്സിൻ്റെ പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്? ഇപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺ ആൻ ആവറേജ് ഒരാളുടെ ഒരു ക്യാപിറ്റൽ, ഒരു നോർമൽ ഒരാളുടെ ഒരു ആവറേജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മേ ബി ഇറ്റ്സ് എനിവെയർ ബിറ്റ്വീൻ 25,000 ഓർ ബിലോ ദാറ്റ്. ഒരു 25,000 ബിലോ ക്യാപിറ്റൽ ഒരാൾ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ 1% അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്താലേ പറ്റുള്ളൂ, അല്ലേ? പക്ഷേ 1%, 2% 25,000 എങ്ങനെ റിസ്ക് ചെയ്യാൻ പറ്റും? യു കാൺട്ട്. കാരണം ₹250 ₹25 ഒന്നും റിസ്ക് ആയിട്ട് ഒരു കാര്യമില്ല മാർക്കറ്റിൽ. മാർക്കറ്റ് അതിൻ്റെ പാട്ടിന് പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ബ്രോ ചോദിച്ചതുണ്ടായിരുന്നു, ഒന്നും കൂടി പറയോ? ഇപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ലിവറേജ് വരുന്നത്. ലിവറേജിനെ കൊണ്ട് ഉപയോഗമില്ല. ഇപ്പം 1:1000 എന്ന് പറയുമ്പം 1% എന്ന് പറയുമ്പോൾ തന്നെ 10 രൂപയായി ₹1 ക്യാപിറ്റൽ ഉള്ളവന്. അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ വാഷ് ഔട്ടായി. അപ്പം അവിടെ ആ ഒരു ഉപയോഗം ഇല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് ഒരു പ്രൊഫഷണലി തോന്നിയിട്ടുണ്ട്. പ്രൊഫഷണൽ ട്രേഡിങ്ങിൽ വരുമ്പോൾ ഒരൊറ്റ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ട്രേഡറിന് ഇൻ ഹിസ് ഏർലി സ്റ്റേജസ് ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ലെവറേജ്, നത്തിങ്. ബ്രോന് എന്ത് തോന്നുന്നു? എനിക്കിത് തന്നെ, എനിക്ക് ലൈക്ക് നമ്മളൊരു ഫോർ എക്സാമ്പിൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ സംസാരിക്കുന്ന ഞാൻ ഓപ്ഷൻ ട്രേഡറാണ് മെയിൻലി. ഓപ്ഷൻസ് ബൈയിൽ നമുക്കറിയാം ഒരു ₹5,000 ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യാം.
പക്ഷേ ഞാനൊരു ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 1 lakh ആണ്. കാരണം ഒരു ഓപ്ഷൻ ബൈയിങ് ഒരു ലോട്ടിൽ പോകുന്നെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മിനിമം 2000 രൂപയെങ്കിലും വേണം. 5000 6000 രൂപ മതി വാങ്ങിക്കാൻ, പക്ഷേ മിനിമം 2000 രൂപ. 6000 രൂപയുടെ 2000 എന്ന് പറയുമ്പോൾ 33%, 3 ട്രേഡ് മതി, ക്യാപിറ്റൽ വാഷ് ഔട്ടായി. പക്ഷേ അവിടെ ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പാർട്ടായിട്ട് നമുക്ക് 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 2% ആവുന്നുള്ളൂ. ഇതേ സെയിം ലോജിക്ക് നമുക്ക് 5000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാമെങ്കിൽ ഞാൻ 1 ലക്ഷം വെക്കുകയാണ്. പക്ഷേ ഇവിടെ തിരിച്ചാണ്, 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ 1 രൂപ മതി. ശാപം മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമാണ് അത് വരുന്നത്. പിന്നെ ഫോറക്സിലോട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും 24/7 മാർക്കറ്റ് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ശാപം തന്നെയാണോ നമ്മൾ, അതോ സെഷൻസ്ക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് പോസിബിലിറ്റി? 24/7 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകെ ഇരിക്കുമോ? ഇപ്പോൾ സർഫറാസ് XAUSD ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ EURUSD ആണ് ഫേവറേറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞു, അതിൽ ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ആളാണോ? എങ്ങനെയാണ് സർഫറാസിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 24 മണിക്കൂർ മാർക്കറ്റുള്ള ഇതിലും വലിയൊരു ശാപമുള്ള പരിപാടി വേറെ ഇല്ല. കാരണം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ ദുരന്തങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഏറ്റുവാങ്ങിയാലും 3:30 ആകുമ്പോൾ അതിനൊരു അവസാനമുണ്ട്. ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോകും, നമ്മൾ നിർത്തിച്ചില്ല, മാർക്കറ്റ് നിർത്തിയിട്ട് പോകുമല്ലോ അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ ഇതിലും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത വേറൊരു മാർക്കറ്റ് ഇല്ല, അതിൽ പറ്റുന്ന ഒരു മാർക്കറ്റ് വേറെ ഇല്ല. സോ ഒബ്വിയസ്ലി ഈ 24/7 ഉണ്ടാവുന്ന ഇറ്റ്സ് മോർ ഓഫ് എ കേഴ്സ് ദാൻ എ ബ്ലെസ്സിങ്. ഉറങ്ങാൻ പറ്റുമോ? ചില ട്രേഡ് പൊസിഷൻസ് ഓൺ ആണെങ്കിൽ ഉറങ്ങാൻ? എൻ്റെ ഒരു 4 years മുമ്പുള്ള കഥ, എനിക്ക് മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു 6 digit ലോസ് വന്നിട്ടുണ്ടായി. ഓക്കെ, ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതിനുശേഷമാണ് ഞാൻ ഈ ഫോറക്സിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫോറക്സിലേക്ക് വരുന്നതിൻ്റെയും ഈ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാലം ക്രിപ്റ്റോയിലുണ്ടായി. ഈ ക്രിപ്റ്റോയിൽ ഞാൻ വിചാരിച്ചത് 24/7 മാർക്കറ്റാണല്ലോ. അപ്പോൾ 24/7 മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 24/7 പൈസ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ 24/7 പൈസ പോവും എന്നുള്ളത് ട്രേഡ് ചെയ്തപ്പോൾ മനസ്സിലായി. ഈ 6 digits എന്ന് പറയുമ്പം സ്പെസിഫിക്കലി എത്രയായിരിക്കും? എനിക്ക് മോർ ദാൻ 40 lakh rupees ലോസ് വന്നിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ്സിൽ. ഏത് സെഗ്മെന്റിൽ? ഓപ്ഷൻ ബൈയിങ്ങിൽ. യെസ്. 40 lakhs എന്നൊക്കെ പറയണേ എനിക്ക് തന്നെ കണ്ണ് പുറത്ത് വരുന്നുണ്ട്. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തത് ഇപ്പോൾ എൻ്റെ മിടുക്കത്തിലൊന്നുമില്ല, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ബിക്കോസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ഫാമിലി ദാറ്റ് ഹാസ് ബീൻ മൈ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ട് പില്ലേഴ്സായിട്ട് അവരെ ആക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറേയൊക്കെ എന്ത് ദുരന്തം വന്നാലും നമുക്ക് കാണാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ മുമ്പോട്ടേക്ക് പോയി. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, ഇത് സംഭവിച്ച സമയത്ത് കുറച്ച് നാൾ ട്രേഡിങ്ങേ വേണ്ട എന്ന് വിചാരിച്ച് നടന്നതാണ്. പിന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ട്രേഡിംഗ് അല്ലാതെ വേറൊരു പ്രൊഫഷനിലൂടെ എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡിസിപ്ലിൻഡ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് വീണ്ടും ട്രേഡിങ്ങിലേക്ക് വന്നത്. അതിനെന്തെങ്കിലും ഒരു ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ, അതായത് ജസ്റ്റ് ഇപ്പം ഈ പറഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് തോന്നിയത് ജേണി ഒന്ന് പറയാമോ സഫ്രാസിൻ്റെ? എപ്പോഴാണ് ട്രേഡിംഗ് തുടങ്ങിയത്, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്രിപ്റ്റോയിലോട്ട് പോയി, ഈ 40 lakhs എത്ര ടൈം പീരീഡിലാണ് നമുക്ക് നഷ്ടം വന്നത്, പിന്നെ ഫോറക്സിലോട്ട് അതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു പേഴ്സണൽ ജേണി? ഞാൻ പറയാം. ഞാൻ ആദ്യമായി ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് കേൾക്കുന്നത് 2017 ഇത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, മിസ്റ്റർ രാജിയാണ് എന്നെ ഇതിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജിയാണ് എൻ്റെ മെൻറ്റർ ആൻഡ് ഗുരു. അപ്പോൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനീഷ്യലി എൻ്റെ ഗുരു അവനായതുകൊണ്ട് തന്നെ അവനാണ് എനിക്ക് പറഞ്ഞിരുന്നത്, അവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഓപ്ഷൻസ് എന്നൊരു പരിപാടിയുണ്ട്, പൈസ പോണ പരിപാടിയാണ്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്, ഫുൾ പോസിറ്റീവ്സാണ് കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 1 year കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെല്ലെ ഇതിലേക്കൊന്ന് ഇറങ്ങിയാലോ അവൻ്റെ കൂടെ ചാർട്ട് നോക്കാനും അവൻ്റെ കൂടെ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്താണ്. പിന്നെ ഒരു 2019 ഒക്കെ ആയപ്പോഴാണ് ഞാനും ഇതങ്ങോട്ട് ഫുള്ളായിട്ട് ഇൻഡിപെൻഡൻറ്റ് ചെയ്യാം. കാരണം ഇച്ചിരി കോളേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നം, ഞാൻ പഠിത്തത്തിൽ ഇച്ചിരി മോശമായതുകൊണ്ടും കാര്യങ്ങൾ ഇച്ചിരി കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ട്രേഡിംഗ് ഉണ്ടല്ലോ, ട്രേഡിങ്ങിലൂടെ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു മൂഡിൽ ഞാൻ നിൽക്കുകയാണ്. അതിനുശേഷം ട്രേഡിങ്ങിലേക്ക് കടക്കുന്നു. ആദ്യം ഞാൻ 30,000 രൂപ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 30,000 രൂപയിൽ മാർക്കറ്റിൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കത് ഓൾമോസ്റ്റ് 1 രൂപേൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റി, ഈ 30,000 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈഫ് സെറ്റ്, ഇനി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇനി ഇത് തന്നെ ശരണം എന്ന് വിചാരിച്ച് നടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായത് ബൈക്കും ഞാൻ വിറ്റ്, ക്യാപിറ്റൽ ഞാൻ കൂട്ടി, എന്നിട്ട് അത് വെച്ച് ഞാൻ വീണ്ടും അതിലൊരു 50-60% വീണ്ടും ഉണ്ടാക്കി. അതായത് പിന്നെ 1.5 ലക്ഷമായി. യെസ്, വീണ്ടും ഞാൻ ഓൾമോസ്റ്റ് 4 to 5 lakh rupees എത്തിച്ചു.
4 to 5 lakh. 4 to 5 lakh rupees-ലേക്ക് ഞാൻ എത്തിച്ചു. കാരണം ഞാൻ റിസ്ക് മാനേജ്മെന്റ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ബ്ലൈൻഡ്ലി ബൈ ചെയ്യുക, മാർക്കറ്റ് സമയത്ത് പോസിറ്റീവാണ്, ബൈ ചെയ്യുക, ഇരിക്കുക, കോൾ എടുക്കുക, വലിയ ക്വാണ്ടിറ്റി എടുക്കുക, ലാഭം ഉണ്ടാക്കുന്നു, വീണ്ടും ഇടുന്നു, ലാഭം ഉണ്ടാക്കുന്നു, വീണ്ടും ഇടുന്നു. അഥവാ ലോസ് അതിലേക്ക് പോകുന്ന സമയത്ത് ആവറേജ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് ആ കാലം എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എനിക്ക് അറിയില്ല. ബട്ട് ഐ വെൻറ്റ് ഓൺ, കെപ്റ്റ് ഓൺ ഗോയിങ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഞാനൊരു 50 രൂപ 60 രൂപ ഒക്കെ ഡെയിലി PNL കാണുന്ന സമയത്ത് ആ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിന് കാണാൻ തുടങ്ങി. അതായത് ഓട്ടോറിക്ഷയിൽ പോയി ഞാൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, അത്തരം മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കാണാൻ തുടങ്ങി. യെസ്, ഒബ്വിയസ്ലി. അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടു തുടങ്ങി. ഇവരെന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വീണ്ടും ഒരു 10-25 ലക്ഷം റുപ്യ പറഞ്ഞ് അത് നമുക്കൊരു ചെറിയ ലാഭം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. പോയപ്പോൾ കംപ്ലീറ്റ് പോയി. ഏത് ടൈമിലാണ് പോയത്? കൊറോണ എനിക്ക് അറൗണ്ട് ഒരു 2022 എനിക്ക് ഇത്രയും വലിയ ലോസ് സംഭവിക്കുന്നത്. ഈ 25 lakh എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തതിന് ശേഷം. യെസ്. എനിക്ക് ഓൾമോസ്റ്റ് 25 lakhs അല്ല, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 35 lakh rupees-ന് അടുത്ത് എനിക്ക് ഇതുപോലെ പൈസ വന്നിട്ടുണ്ട് പുറത്തോട്ട്. ബട്ട് പോയപ്പോൾ കംപ്ലീറ്റ് പോയി. എനിക്ക് ഈ പറഞ്ഞ ലാഭങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു പക്ഷേ ഈ 30,000 രൂപയും ഞാൻ സമ്പാദിച്ച പൈസ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാർ തരുന്നതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ 30,000 രൂപയും ബൈക്കും ഞാൻ സ്വന്തം മേടിച്ചില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ മേടിച്ചെന്ന ബൈക്കാണ് ഞാൻ വിറ്റത്. എനിക്ക് പേഴ്സണലി സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതും ഇല്ല, ഒരു ഇതില്ലല്ലോ. അതായത് നമ്മൾ സമ്പാദിക്കാത്ത നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല. നമ്മൾ സമ്പാദിച്ചത് പോകുമ്പോഴാണ് മറ്റുള്ളവരിൽ ബാധ്യസ്ഥരാണല്ലോ തിരിച്ചു കൊടുക്കാൻ. 100%. അതുകൊണ്ട് ഒരുപാട് കാലം അനുഭവിച്ചു. അതുകൊണ്ട് ഒരുപാട് കാലം പ്രശ്നത്തിലൂടെ പോയി, ഡിപ്രഷൻ, പ്രഷറിലൂടെ ഒക്കെ പോയി. തിരിച്ചു കൊടുക്കാൻ പറ്റിയത് വേറെ? യെസ്, കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. യെസ്. ഓക്കെ, അതിന് ശേഷമാണ് ഈ ക്രിപ്റ്റോയിലോട്ട്, അത് നിർത്തിയിട്ടാണ് ക്രിപ്റ്റോയിലോട്ട് വന്നത്. യെസ്, അത് നിർത്തിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ ഈ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നൊന്നും ഈ ക്രിപ്റ്റോയിലൂടെ ട്രേഡ് ചെയ്തിട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടോ ഒന്നല്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് പൈസ കൊടുക്കുന്നത്, ഇത്രയും വലിയ പൈസ നഷ്ടം വന്നപ്പോൾ ഞാൻ ആദ്യം പോയി ചോദിക്കുന്ന എൻ്റെ ഉമ്മയുടെ അടുത്താണ്. അതായത് ഉമ്മ, ഈ പറഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്തെങ്കിലും ഒരിക്കൽ കാര്യങ്ങൾ ശരിയാകുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങുന്നത്. ഓക്കെ, ആ സമയത്ത് ഉമ്മ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ ഒരു കാര്യമല്ല, അതൊക്കെ നമ്മളെ വിശ്വസിക്കുന്നവരുടെയും നമ്മളെ സ്നേഹിക്കുന്നവരുടെയും പവറിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും കൊടുത്ത് തീർക്കാനുണ്ടോ അതോ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആണ്? സെറ്റിൽഡ് ആണ്. ഇനി ആ ലോസ് തിരിച്ചു പിടിച്ചെടുക്കണം. യെസ്, കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആണ്. ഈ ഫോറക്സിലോട്ട് വന്നപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഞാൻ പേഴ്സണലി ഫോറക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൊഫഷണലി ചെയ്തിട്ടില്ല. ഈ ഓപ്ഷൻ ബൈയിങ്ങിന്ന് ഒരു ക്രിപ്റ്റോ, ഫോറക്സ്, ഈ മൂന്നും സീരിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ആളാണ് സഫ്രാസ്. അപ്പം അതിലുള്ള ഡിഫറൻസ് എന്താണ് തോന്നുന്നത്? ഇപ്പം ഫോറക്സിലോട്ട് വന്നപ്പോഴാണോ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് സഫ്രാസിന് തോന്നി ഇത്, അല്ലെങ്കിൽ XAUSD അല്ലെങ്കിൽ ഫോറക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു റീസൺ? എൻ്റെ ജീവിതത്തിൽ നിന്നും ടൈം DK എന്ന് പോയോ അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷങ്ങൾ കാണാൻ തുടങ്ങി എൻ്റെ ട്രേഡിംഗ് ജേണിയിൽ. കാരണം ഞാൻ ഓപ്ഷൻസിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം ടൈം DK ആണ്. കാരണം ഞാൻ ശക്തമായ ഓപ്ഷൻ ബൈയിങ്ങിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഓക്കെ, നേക്കഡ് ഓപ്ഷൻ ബൈയിങ് പ്രണയിച്ചവനാണ്. അതുകൊണ്ട് തന്നെ DK ആയിരുന്നു നമ്മുടെ പ്രധാന പ്രശ്നക്കാരൻ. അപ്പോൾ ആ പ്രശ്നക്കാരൻ പോയപ്പോൾ തന്നെ ജീവിതം കുറേ ബെറ്ററായി. ഇപ്പം നമ്മളെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ നമ്മളെ പോർട്ട്ഫോളിയോ പറയുകയാണെങ്കിൽ 80% സെല്ലിംഗ് ആണ്, ഒരു 20% ആണ് നമ്മൾ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ വെച്ചേക്കുന്നത്. ഈ പറഞ്ഞ ടൈം DK എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, നമ്മൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതെ. പിന്നെ ഇപ്പം ഫോറക്സ് മാർക്കറ്റിലോട്ട് സ്പെഷ്യലൈസ് ചെയ്ത് വരുവാണെങ്കിൽ ഇപ്പം ലണ്ടൻ സെഷൻ, UK സെഷൻ, US സെഷൻ, ഇങ്ങനെ ഓരോ സെഷൻസ് ഉണ്ട്. അവിടെ ആയിരിക്കും ലിക്വിഡിറ്റി കൂടുതൽ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. അതിൽ ഏത് സ്പെസിഫിക്കലി സഫ്രാസ് ട്രേഡ് ചെയ്യുന്ന ഏതെങ്കിലും സെഷൻ ഉണ്ടോ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് ഏത് സെഷൻ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ബ്രോഡ് ആൻസറാണ് ഉള്ളത്. അതായത് ഞാൻ ഒരിക്കലും എൻ്റെ ട്രേഡ് ഈ ഒരു ടൈമിലേക്ക് കൺഫൈൻ ചെയ്യാറുമില്ല. അതായത് ടൈമിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, സ്ട്രാറ്റജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. സ്ട്രാറ്റജിക്കാണ് ഒബ്വിയസ്ലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ടൈം ഇതിൻ്റെ കൂടെ കമ്പൈൻ ആവുന്ന സമയത്ത് അതൊരു പ്ലസ് പോയിൻ്റ് ആണ്.
ഓക്കെ, ടൈം ഇതിൻ്റെ കൂടെ ഫേവർ ആയിട്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ നല്ലൊരു സെറ്റപ്പ് കണ്ട് ഒഴിവാക്കിയെന്ന് വരില്ല. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും കമ്പൈൻ ആവുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഏറ്റവും താല്പര്യം ന്യൂയോർക്ക് സെഷനാണ്. അതാകുമ്പോൾ ഇന്ത്യൻ ടൈം നമ്മുടെ ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മണിക്ക്. 6:30 തൊട്ട് എത്ര മണി വരെ കാണും? ഇത് 6:30 മണിക്കാണ് ന്യൂയോർക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ രാത്രി ഒരു 3:30 മണി വരെ ഉണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 6:30ക്ക് ന്യൂയോർക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ ഉച്ചക്ക് 1:30ക്കാണ് ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത്, ലണ്ടൻ സെഷൻ. ഈ ഉച്ചക്ക് 1:30ക്ക് ഓപ്പൺ ചെയ്യുന്ന ലണ്ടൻ സെഷൻ ക്ലോസ് ചെയ്യുന്നത് രാത്രി 9:30ക്കാണ്. അപ്പോൾ 6:30 മണി മുതൽ 9:30 മണി വരെ ലണ്ടനും ന്യൂയോർക്കും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓവർലാപ്പ് ചെയ്യുന്ന സമയമാണ്. ലിക്വിഡിറ്റി ഹൈ ആയിരിക്കും. എക്സാക്ട്ലി. അത് നല്ലൊരു പോയിന്റ് ആണ്. യെസ്, അതാണ് ആ ടൈമാണ് ഫോക്കസ് ചെയ്യണം. ആ ടൈമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 3:30 മണി വരെ ഫോക്കസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഈ 6:30 to 9:30 ഇസ് വെരി ക്രൂഷ്യൽ. ഒരു ബിഗിനർ ആണെങ്കിൽ എനിക്കൊന്ന് 6:30 9:30ക്ക് ഫോക്കസ് ചെയ്യണതായിരിക്കും ബെറ്റർ. യെസ്, അത് രണ്ട് രീതിയിലും പറയാം. ബിഗിനർ ആവുന്ന സമയത്ത് ഇച്ചിരി പേടിക്കണം എന്നും പറയാം. വോളറ്റൈൽ ആയിരിക്കും അല്ലേ? യെസ്, അക്കൗണ്ട് വൈപ്പ് ഔട്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ടൈം അതാ. പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത് വൈപ്പ് ഔട്ട് ആവുന്നത് അതേ സമയം. യെസ്. പിന്നെ ഇപ്പം ലൈക്ക് ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും ജിയോ പൊളിറ്റിക്കൽ എന്തെങ്കിലും വരുന്നത്, ന്യൂസ് വരുന്ന സമയവും ഇതൊക്കെ ആയിരിക്കാം മേ ബി. അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ലൈക്ക് ന്യൂസ് കാരണം എന്തെങ്കിലും ഒരു ഡിസിഷൻസിലോട്ട് പോവേ എന്തെങ്കിലും ചെയ്യോ? ഇപ്പം ഇതിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണെന്ന് കരുതാം. വെറുതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഷർട്ട് ഇടും, പാൻ്റ് ഇടും, എന്താണെങ്കിലും ഇടും അല്ലേ. ഈ ഷർട്ടും പാൻറ്റുമാണ് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഷർട്ടും പാൻറ്റും. ഈ ന്യൂസ് ട്രേഡിങ് പറയണത് അല്ലെ ന്യൂസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നൊക്കെ പറയണത് നമ്മളൊരു കണ്ണട വെക്കുന്നതൊന്നുമില്ല, സൺഗ്ലാസസ് കേട്ടോ. അതായത് ഈ സൺഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ സൺഗ്ലാസ് മാത്രം ഇട്ടിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല, അതുമില്ല. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഈ ന്യൂസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ആക്സസറി പോലെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. ഞാൻ പേഴ്സണലി വലുതായിട്ട് ഈ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. മോസ്റ്റ്ലി റൺ ചെയ്തത് എൻ്റെ സിസ്റ്റം ഭംഗിയിൽ ഫോളോ ചെയ്യാമെന്ന് മാത്രമാണ്. അതിപ്പോൾ എന്ത് ന്യൂസ് കണ്ടാലും സിസ്റ്റം ബൈ ചെയ്യാൻ പറഞ്ഞാൽ ബൈ ചെയ്യും, എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യും. യെസ്. പിന്നെ ഓബ്വിയസ്ലി മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കും. സിസ്റ്റം ചില സമയത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് ആകുന്ന സമയത്ത് സിസ്റ്റം പോസിറ്റീവ് പറയും. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നെഗറ്റീവ് പറയുമ്പോഴും മറ്റേത് പോസിറ്റീവ് എന്ന് പറയും സിസ്റ്റം. സോ ദാറ്റ് ടൈം എൻട്രി എടുക്കില്ല. ഓക്കെ, അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റമാണ് ലൈക്ക് അല്ലേ? യെസ്. ഇപ്പോൾ ഒരു ഫോറക്സ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എവിടെ നിന്ന് നോക്കി പഠിക്കണം, ആരെ നോക്കി പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡേഷനോ സഫ്രാസിൻ്റെ അടുത്ത് വന്നാൽ മതിയോ? എൻ്റെ അടുത്തേക്ക് വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിസോഴ്സുകളെ നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ നമ്മളെ മെയിൻ റിസോഴ്സസ് എന്തൊക്കെയാണ്? ChatGPT അല്ലേ? AI-യുടെ കാലമാണ്. ഓക്കെ, നിങ്ങൾ ആരുടെങ്കിലും ഒരാളുടെ DM-ൽ ഇരുന്ന് കാത്തു നിൽക്കുന്നതിനേക്കാൾ വളരെ ഭേദമാണ് ChatGPT-യുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ ട്രേഡിങ്ങിൽ ആദ്യമായിട്ടാണ്, ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വെച്ച് ഞാൻ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT പറഞ്ഞുതരും നിങ്ങൾ എവിടെ വെച്ച് തുടങ്ങണം, എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലേ ബാക്കി മൊത്തം. പിന്നെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറേയൊക്കെ ആരുടെങ്കിലൊക്കെ ചോദിക്കണമെങ്കിലൊക്കെ ചോദിക്കാം. ബട്ട് നമ്മുടെ എക്സ്പീരിയൻസ് പഠിപ്പിക്കുന്ന അത്ര ഒന്നും ആയിരിക്കും പറഞ്ഞു തരാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അഭിനാസ്. എന്താ അഭിനാസിന് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? ഇത് തന്നെയാണ് ഇപ്പം നമ്മളിപ്പം പേഴ്സണലി എനിക്ക് തോന്നുന്നു ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചാലും ഇന്ന് യൂട്യൂബിലും ChatGPT-ക്കൊക്കെ പറയാവുന്നതിൽ ഒക്കെ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ പലരും ഇവിടെ കയറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്നവർ ഞങ്ങളുടെ ചിലപ്പോൾ ചിലവരൊക്കെ നമ്മളെക്കാട്ടി നോളജ് ഉള്ളവരൊക്കെ കാണും. പക്ഷെ അവരൊന്നും പ്രോഫിറ്റബിൾ അല്ല, ഞങ്ങൾ പ്രോഫിറ്റബിളാണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കൂടെ ഇരുത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാവുന്നത് നിങ്ങളത് ഓവർ കൺഫ്യൂസ് ചെയ്യുമെന്നുണ്ട്. ആവശ്യമില്ലാത്തതും കൂടെ നിങ്ങൾ ചിന്തിച്ച് പോകുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇത് കറക്റ്റാണെന്ന് പറഞ്ഞ ആൾക്കാർ എൻ്റെ കൺമുന്നിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളായിട്ട് ഒന്നും ട്രെയിൻ ചെയ്തില്ല, അവർക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന കറക്റ്റാണ്, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി.
അത് വെച്ചിട്ട് അവർ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു സപ്പോർട്ട് കൊടുത്താൽ കയറി പോവും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി ഞാൻ എങ്ങനെയാണ് സക്സസ് ആവുന്നത്, ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പവറാണ്, വേറെ ആരുടെയും ഗൈഡൻസ് അല്ല, ആരുടെയും അല്ല. പക്ഷേ നമ്മളൊരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഡിസ്കഷൻ ചെയ്യാനും ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി അതിനൊരു ഗൈഡൻസ് എടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിനാശിന് തോന്നുന്നുണ്ടോ അതായത് ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഓവർ ലേണിംഗ് ഒരു ശാപമാണെന്ന്? ഓവർ ലേണിംഗ് ഒരു ശാപമാണ് അല്ലേ? ആണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഓവർ ലേൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓവർ ലേൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി കേരളത്തിൽ ചിലപ്പം ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഈ ട്രേഡിംഗ് പഠിച്ചിട്ടുള്ളവരെയും കാട്ടി ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഫോറക്സ് ആവട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, SMC ആവട്ടെ, ICT ആവട്ടെ, പ്രൈസ് ആക്ഷൻ ആവട്ടെ, ഇൻഡിക്കേറ്റർ ആവട്ടെ, എനിക്ക് പഠിക്കാൻ പറ്റുന്ന എവിടെയൊക്കെ സോഴ്സ് ഉണ്ട് അതെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ വൺസ് എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് എവിടെയാണോ എൻ്റെ മൈൻഡ് സെറ്റിൽ, എനിക്ക് ഒരു എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം ഒരു കിക്ക് ഒരു 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 എന്താ പറയുക ഒരു ഫീൽ കിട്ടി. ദിസ് ഈസ് മൈ വേ, ഇതാണ് എൻ്റെ വേ. അതിൽ ഞാൻ വൺസ് തീരുമാനിച്ചതിന് ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു പോയിട്ടില്ല, അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത്. ഇതാണ് പലർക്കും ഇല്ലാത്തതെന്ന് തോന്നുന്നു. ഞാൻ പറയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ വൺസ് നിങ്ങളൊരു സെറ്റിൽ ഇതാണ് നിങ്ങളുടെ വഴിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഓവർലൈൻ ചെയ്യാൻ നോക്കരുത്. എന്താ പറയണ ഒരു ലേൺ ടു അൺലേൺ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് റെഡി ആവുക. നമ്മൾ ഇത്ര നാളും പഠിച്ചത് മറക്കുക, അല്ലാതെ അതും ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ്. ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ സിമിലർ തന്നെ. സിമിലർ. ഈ പലരും ചെയ്യാത്ത കാര്യമാണ് ലേൺ ടു അൺലേൺ. അതിലാണ് ഫെയിലാവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണമെങ്കിൽ ഒരു വൺ വേർഡായിട്ട് പറയുന്ന ഒരു ഉത്തരം എന്തെങ്കിലും സഫ്രാസിൻ്റെ? വൺ വേർഡിൽ ഒതുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പേഷ്യൻസ് നല്ലൊരു വാക്കാണ്. കാരണം അത് പല ആസ്പെക്റ്റിൽ ഉപയോഗിക്കാം. കാരണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിസൾട്ട് കാണാത്തപ്പോഴും നിങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടതും പേഷ്യൻസ് ആണ്, അല്ലേ? സോ പേഷ്യൻസ് നിങ്ങൾക്ക് വേണം. പേഷ്യൻസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഇത് ട്രേഡിങ്ങിലെന്നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈഫിൻ്റെ ഏത് ആസ്പെക്റ്റിലും. സത്യം അല്ലേ? തീർച്ചയായിട്ടും. If it is something worth having, obviously you will have to do much more than what others are doing, അല്ലേ? എന്നാലേ വർക്കൗട്ട് ആവത്തുള്ളൂ. അതെ, സത്യം. പക്ഷേ ഈ പറഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരിക്കാം ഡിസിപ്ലിന് എല്ലാം വരുന്നത്. Yes. നല്ല ഡിസിപ്ലിൻ ചെയ്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സത്യം. ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ പറഞ്ഞ കണക്ക്. ഇതിൽ ഏത് വാക്ക് ഉപയോഗിച്ചാലും അങ്ങോട്ടും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. യെസ്. അതുപോലെ തന്നെ ഇപ്പം സഫ്രാസിൻ പറഞ്ഞ കണക്ക് വലിയ ലോസിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഇപ്പം 0 എന്നാണ് ഒരു ചാൻസും കൂടെ കിട്ടി. അന്നത്തെ ഒരു ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം 0 ആദ്യം ചെയ്യാണെന്ന് എന്തായിരിക്കും എന്നറിയാം. ഞാനിത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ടെക്നിക്കൽ ഉത്തരവൊന്നുമല്ല, വളരെ ബ്ലാൻഡായിട്ട് ഞാൻ പറയാണ്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതല്ലാത്ത, നമ്മൾ അർഹിക്കാത്ത ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും ട്രേഡ് ചെയ്യാന്നുള്ള കാരണം കൊണ്ട് മേടിക്കരുത്. അനുഭവിക്കും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. അത് കാരണം ഓക്കെ, മേ ബി അത് കാരണമായിരിക്കാം കേട്ടോ. ബിക്കോസ് ഐ ലേൺ എ ലോട്ട്. അത്രയും പ്രശ്നങ്ങൾ പോയത് കൊണ്ട് തന്നെ യു ലേൺ ഫ്രം എക്സ്പീരിയൻസസ്, റൈറ്റ്? പക്ഷേ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ പറയാം. കാരണം എനിക്കിപ്പോൾ മേ ബി ആ ലോസ് വന്നത്, ഞാൻ ഇനീഷ്യലി നേരത്തെ പറഞ്ഞ 30,000 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊടിയും തട്ടി പോയിട്ടുണ്ടാവും, അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇത് പഠിച്ചേ മതിയാവും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ? അപ്പോൾ അതായിരിക്കും ഞാൻ ഡിഫറൻ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ ഡിസിപ്ലിൻ വന്നതാണ്, അതൊരു വലിയൊരു ഫാക്ടറായിരിക്കും. ഇനി ആരുടെ നിന്ന് കാശ് വാങ്ങിക്കുമല്ലോ, ഉള്ള കാശ് ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യാം. യെസ്. അതിൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ. യെസ്. ഓക്കെ. ഈ ഫുൾ ടൈം ട്രേഡർ ആകുമ്പോൾ പറഞ്ഞല്ലോ, ഫുൾ ടൈം ട്രേഡറാണ്, അതിലൊരുപാട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കൂലേ? നമുക്ക് സഫ്രാസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്, പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ട്രേഡിങ്ങിൽ വരുന്നത്. പക്ഷേ പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പൈസ ഉണ്ടാക്കില്ല. അതൊരു കോൺട്രഡിക്ഷനാണ്. എന്ന് നമ്മൾ പൈസ വേണ്ടെന്ന് വയ്ക്കുമോ അന്നേ ട്രേഡിങ്ങിൽ കാശുണ്ടാക്കാൻ പറ്റൂ. ഈ പറഞ്ഞ ഇതുമായിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങും ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെ ചെയ്യാം?
ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് അഡ്വൈസ്? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഓക്കെ, നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് യു ഷുഡ് ബി റെഡി ഫോർ അൺസർട്ടനിറ്റീസ് 100%. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ സെറ്റപ്പ്, എൻ്റെ സ്ട്രാറ്റജി നാളെ മാർക്കറ്റിൽ വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നാളെ മാർക്കറ്റ് വന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? സോ ഒബ്വിയസ്ലി അതിലൊരു റിസ്ക് എലിമെൻ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്, മാർക്കറ്റ് എൻ്റെ മുമ്പിൽ എൻ്റെ സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. മേ ബി മന്ത്ലി നമ്മുടെ റിസൾട്ട് മാറിയേക്കാം, ബട്ട് അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ എനിക്ക് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. കാരണം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പലപ്പോഴും ഇൻകം വരാം. പക്ഷെ അത് നമ്മൾ സേവ് ഫോർ ദി റെയിനി ഡേ എന്ന് പറയുന്ന പോലെ യു ലിവ് ടു ലേൺ വിത്ത് ഇറ്റ്. ഓക്കെ. പിന്നെ പേഴ്സണലി സഫ്രാസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റിവീൽ ചെയ്യുക. യെസ്, ഒബ്വിയസ്ലി ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 ഡേ ചാർട്ടിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കും, 4 അവർ ചാർട്ടിൽ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കും, 2 അവേഴ്സിൽ ഞാൻ കുറച്ച് സോൺസ് മാർക്ക് ചെയ്ത് വെക്കും. 5 മിനിറ്റ്സിലോ 15 മിനിറ്റ്സിലോ ഈ പ്രൈസ് സോണിലേക്ക് വരുമ്പോഴേ ഞാൻ എൻട്രിയെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കുന്ന പോലെ ഉള്ളൂ. സോണിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് സെർട്ടൺ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു കൺഫർമേഷൻ ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കൺഫർമേഷൻ ക്യാൻഡിൽ ഇട്ടുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ ഓക്കെ ആണോ നോക്കും. പിന്നെ ഞാൻ ഈ വരുന്ന സെറ്റപ്പ് മാർക്കറ്റിൻ്റെ ഷോർട്ട് ടേമും ഓവറോൾ ട്രെൻഡ് ഫേവർ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കും. ഇതെല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയാൽ ഞാൻ ഒരു എൻട്രി എടുക്കും. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഒരു പക്ക ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൻ്റെ മാത്രമല്ല, SMC, ICT, ഓർഡർ ബ്ലോക്ക്, ഇങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റുകളും ഓരോ ടൈമിലും ട്രെൻഡ് ആവുന്നതാണ്. ഇപ്പം 2020 മുന്നേ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിരുന്നു ട്രെൻഡിങ്. 20 മേളിൽ വന്നപ്പോൾ ഇൻഡിക്കേറ്റർ വേസ്റ്റ് പ്രൈസ് ആക്ഷനായി. പിന്നെ SMC ആയി, ICT ആയി, ഓർഡർ ബ്ലോക്കായി. ഇതിനോടുള്ള അഭിപ്രായം ഏതാണ് ബെറ്റർ ആണെന്നുള്ള തോന്നൽ? എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്കുകൾ കട്ടിയാവുന്നത് കൊണ്ടോ ട്രേഡിംഗ് വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയി തോന്നിയത് കൊണ്ടോ നിങ്ങളുടെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവില്ല. വെരി ബ്ലാൻഡ് ട്രുത്ത്. ആസ് മച്ച് ആസ് യു ക്യാൻ സിംപ്ലിഫൈ. ഞാൻ അപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു എൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്, സിമ്പിളായിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുപോലെ മേ ബി ഒരു ICT SMC ചെയ്യുന്ന ഒരാളത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കും പറയാനുണ്ടാവും, പക്ഷേ അയാൾ എന്താണ് പറയുന്നത് ആൾക്ക് പോലും അറിയില്ലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് പീപ്പിൾ തിങ്ക് ദാറ്റ് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ദേ തിങ്ക് ഇറ്റ് വിൽ വർക്ക്, ബട്ട് ഐ പേഴ്സണലി തിങ്ക് ഇറ്റ് വോണ്ട്. ബട്ട് ജസ്റ്റ് ലൈക്ക് എനി അതർ സ്ട്രാറ്റജി, SMC വർക്കൗട്ട് ആവും, ICT വർക്കൗട്ട് ആവും, ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ആവും, നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് ആവും. ഓക്കെ അല്ലേ? പക്ഷേ ഒന്നിൽ നമ്മൾ ഒബ്സസ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ICT മാത്രം ചെയ്താലേ പ്രോഫിറ്റബിൾ ആവുള്ളൂ, SMC ചെയ്താൽ മാത്രമേ പ്രോഫിറ്റബിൾ ആവൂ എന്ന് പറയുന്നത് വെടിത്തരാണ്. പ്രത്യേകിച്ച് SMC എന്ന് പറഞ്ഞ് ICT എന്നൊക്കെ പല ട്രെൻഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ SMC ഒക്കെ നമ്മൾ നോക്കി പോകുമ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ കണക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആദ്യം പഠിച്ച ഒരു കാര്യം ഡൗ തിയറി അല്ലേ, ഹയർ ഹൈ ഹയർ ലോ, അങ്ങനെ പോകുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഇതിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ എന്താണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് SMC ആയാലും ICT ആയാലും. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന വേർഡ് വേറെ എന്തൊക്കെയോ ആയിരിക്കും, ലിക്വിഡിറ്റി സ്വീപ്പിംഗ്, സംതിങ് ക്യാരക്ടർ ചേഞ്ച്, സംതിങ് അങ്ങനെ പോവുകയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പ്രൈസ് ആക്ഷനിൽ ഉപയോഗിക്കുന്നതായാലും സപ്ലൈ ആൻഡ് ഡിമാൻഡ്. പക്ഷെ ആ ഒരു ടെക്നിക്കൽ വേർഡുകൾ മാറുന്നേ ഉള്ളൂ. മേ ബി മാർക്കറ്റിംഗ് മിക്സ് ആവാം. പക്ഷെ ചിലവർ പറയുന്നുണ്ട് അത് അവർക്കൊരു യുറേക്ക ഫാക്ടർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്കെല്ലാം സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്ലസീബോ, ഇറ്റ്സ് ജസ്റ്റ് പ്ലസീബോ. അതായത് ഇപ്പോൾ ചക്ക വീണിപ്പോൾ മോലി കത്തു എന്ന് പറയുന്ന മാതിരിയാണ്. ഓക്കെ, അയാൾ ഈ പറയുന്ന ഇത് ചെയ്തപ്പോൾ യുറേക്ക എഫക്റ്റ് ഇത് കിട്ടിയെന്ന് പറഞ്ഞ ഒരാൾ നാളെ വേറെ എന്ത് ചെയ്തിരുന്നെങ്കിലും ഒരു പക്ഷേ ആ യുറേക്ക എഫക്റ്റ് മറ്റൊരു കാര്യത്തിൽ കിട്ടിയേനെ. വി നെവർ നോ, അല്ലേ? നമുക്ക് അറിയില്ല. സമയം തന്നെ കാലം തന്നെ തെളിയിക്കണം. ഇത് നേരത്തെ എനിക്ക് വന്ന സർഫറാസ് പറഞ്ഞതായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഇത് SMC ICT ഓർഡർ ബ്ലോക്ക് നാളെ ഇതെല്ലാം ഓടി തീരുമ്പം അടുത്തൊരു സാധനം കൊണ്ട് വരാം, അപ്പം പുതിയ ട്രെൻഡ് ആവും, അതിൽ മാജിക് ഉണ്ടെന്ന് പറഞ്ഞ്. അതായത് അത്രേ ഉള്ളൂ. ഐ മീൻ സി മോസ്റ്റ് പീപ്പിൾ ആർ ട്രൈങ് ടു ചേസ് ഫാഡ്സ്, ട്രെൻഡ്സ്. ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ICT SMC ഒക്കെ ഓരോ ട്രെൻഡാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലത്തിൽ എമർജ് ചെയ്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ICT SMC. നമ്മുടെ നാട്ടിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, ഈ SMC ICT ഒക്കെ
ഒരു കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിലാണ് ഭയങ്കരമായിട്ടൊന്ന് ബ്ലൂമായി വന്നത്. ഓക്കെ, അതിന് മുമ്പും നിങ്ങൾ സ്റ്റിക്ക് ടു ക്ലാസിക്സ്. അതായത് മാർക്കറ്റിൻ്റെ ഓവറോൾ ബയസ് എന്താണ്, മാർക്കറ്റ് ഷോർട്ട് ടേമിൽ എന്താണ് ചെയ്യാൻ സാധ്യത, ഇതൊന്നും അല്ലെങ്കിലും നിങ്ങളുടെ റിസ്ക് ഫാക്ടർ നിങ്ങൾ കെയർഫുൾ ആവുക, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മെല്ലെ മെല്ലെ റിപ്പയർ ചെയ്യുക, ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ബാക്കിയൊക്കെ ഇറ്റ്സ് അപ് ടു വിൽ സി. ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു മൈൻഡ് സെറ്റ് എന്തെങ്കിലും നമ്മൾ ഷിഫ്റ്റ് എല്ലാം വേണം ഒരു ബിഗിനർ ലെവലിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് അജേഷ് പീപ്പിൻ്റെ മെൻറ്റാലിറ്റി വേണം. അതെ, അതായത് തോറ്റു കൊടുക്കരുത്. അത് വിചാരിച്ചിട്ട് മാർക്കറ്റുമായിട്ട് വാശി കാണിക്കാൻ നിൽക്കരുത്, തോറ്റു കൊടുക്കരുത്. കീപ് ഗോയിങ് ഫോർവേഡ്. നമുക്കിപ്പോൾ നമ്മളൊരു ആക്ച്വലി വി ആർ വെരി ലക്കി ടു ബി ഇൻ ദിസ് ജനറേഷൻ അറ്റ് ദിസ് ടൈം വെർ വി ക്യാൻ മേക്ക് മണി ബൈ ട്രേഡിങ്, അല്ലേ? എത്ര ആൾക്കാർക്ക് ഉണ്ടാവും ഈ ഓപ്പർച്യൂണിറ്റി? സോ ഈ ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഇപ്പം നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കയ്യിലുണ്ട്, ദേ നോ വാട്ട് ടു ഡു. ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങോട്ടോ ഉള്ളത് കാരണം കൊണ്ട് മാത്രമായിരിക്കും പ്രോഫിറ്റബിൾ ആവാത്തത്. സോ ആ ടൈം കൊടുക്കുക, വീണ്ടും പൊരുതാ, ജയിക്കും. ഓക്കെ, അപ്പം സഫ്രാസിൻ്റെ ജേണിയിൽ നമ്മൾ സഫ്രാസിൻ്റെ ഒരു ജേണിയാണ് നമ്മൾ സംസാരിച്ചത്, എക്സ്പീരിയൻസും. എൻ്റെയും പോഡ്കാസ്റ്റിലൂടെ ഞാൻ ഉദ്ദേശിച്ചതും ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. എൻ്റെ കഥകളിൽ ഒന്നായിരിക്കാം, വേറൊരാളുടെ കഥയും എക്സ്പീരിയൻസും വേറെ ആയിരിക്കാം. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലും വന്നതിനും ഒരുപാട് നന്ദി. ഓക്കെ, സോ നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി മൈ പ്ലഷർ ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഇത് ഇനിയും ഇതിലും വലിയ ഗസ്റ്റുകളും ഇതിലും വലിയ നന്നായിട്ട് ഇത് പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.